നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കുറ്റവാളികൾക്ക് മനുഷ്യാവകാശങ്ങളില്ലേ എന്ന് ചോദിച്ചേക്കാം. എന്നാലും ഇതിത്തിരി കടുപ്പമായി പോയി എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മുടെ മന്ത്രിസഭയുടെ ഈ വളയൽ. രോഗികളും പ്രായമേറിയവരും ഒത്തിരിയുണ്ട് നമ്മുടെ ജയിലുകളിൽ. 14 വർഷം പൂർത്തിയാക്കി ഒരു ശിക്ഷാ ഇളവിനായി കാത്തിരിക്കുന്നവർ. അതിൽ പ്രയോറിറ്റി ഒന്നും നോക്കിയില്ല. ഭാസ്കരക്കാരണവർ കേസിലെ കുറ്റവാളി ഷെറിനിപ്പോൾ ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭ ശുപാർശ ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ ശുപാർശയ്ക്ക് പിന്നിൽ ചില രഹസ്യങ്ങളുണ്ട് എന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകനായ അനിൽ നമ്പ്യാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ തുറന്നെഴുതുന്നു. ഇടതുമുന്നണിയിലെ ഒരു പ്രമുഖ ഘടകകക്ഷി നേതാവിനാണ് ഇത്തരം ചില താൽപ്പര്യങ്ങൾ. സാധാരണ പരോളിലിറങ്ങുന്ന ഷെറിനെ ജയിൽ വളപ്പിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയിരുന്നത് ഇടതുമുന്നണിയിലെ ഒരു പ്രമുഖ കക്ഷി നേതാവിന്റെ വാഹനത്തിലായിരുന്നുവെന്നും അനിൽ നമ്പ്യാർ പറയുന്നു. മുൻപ് ഈ മാന്യൻ സ്ത്രീ വിഷയത്തിൽ അന്തസ്സുള്ള ഭർത്താക്കന്മാരിൽ നിന്ന് തല്ലുവാങ്ങിയിരുന്നുവെന്നും അനിൽ നമ്പ്യാർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു. പേര് പറയില്ല, പക്ഷെ തൊട്ട് കാണിക്കാം എന്നതുപോലെയാണ് അനിൽ നമ്പ്യാരുടെ കുറിപ്പ്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിൽ ആരാണ് കരുക്കൾ നീക്കിയത് എന്ന് ജനങ്ങൾക്കെല്ലാം ബോധ്യമായി. എന്നാൽ ഷെറിൻ ജയിൽ മോചിതയാകാനുള്ള സാധ്യതകൾ കുറവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകണമെന്ന മന്ത്രിസഭാ യോഗത്തിന്റെ ഉപദേശം രാജ്ഭവൻ സ്വീകരിക്കാനിടയില്ല. ഇപ്പോഴിതാ എല്ലാ നിയമവശങ്ങളും തേടുമെന്നാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറയുന്നത്. വിശദമായ നിയമോപദേശം തേടും. ഏത് സാഹചര്യത്തിലാണ് ഷെറിന് മാത്രമായി ഇത്തരമൊരു ശിക്ഷാ ഇളവ്? ഷെറിന് നല്ല നടപ്പ് കിട്ടാനുള്ള യോഗ്യതയുണ്ടോ എന്നും രാജ്ഭവൻ പരിശോധിക്കും. ജയിലിൽ കഴിഞ്ഞ കാലഘട്ടം അത്രയും വിവാദങ്ങളുടെ പടുകുഴിയിലായിരുന്നു ഷെറിൻ. എന്തെല്ലാം കഥകളാണ് നമ്മൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് കേട്ടത്. ജയിൽ വളപ്പിനുള്ളിൽ ഷെറിൻ വെയിലേൽക്കാതിരിക്കാൻ കുടചൂടി നിൽക്കുന്ന ജയിൽ ഉദ്യോഗസ്ഥർ. ഒരു ബ്യൂട്ടി പാർലറിന് സമാനമായിരുന്നു ഷെറിൻ്റെ പല സംവിധാനങ്ങളും. അതിലപ്പുറം നിരവധി പരോളുകൾ. അതുകൊണ്ട് തന്നെ മന്ത്രിസഭ ഇപ്പോൾ അംഗീകരിച്ചുവെങ്കിലും ഷെറിൻ പുറത്തു പോകാൻ ഇടയില്ല. എന്നാൽ ഷെറിൻ്റെ ശിക്ഷാ ഇളവിന് പിന്നിൽ ചില സമ്മർദ്ദങ്ങൾ പ്രവർത്തിച്ചിരുന്നുവെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് വലിയ ഗൗരവത്തോടെ രാജ്ഭവൻ എടുത്തിരിക്കുന്നു. ഒരു വശത്ത് ഷാരോൺ വധക്കേസിലെ ഗ്രീഷ്മയുടെ കൊലക്കയർ, മറുവശത്ത് ഭാസ്കരക്കാരണവർ കൊലക്കേസിൽ ജയിലിനുള്ളിൽ കഴിഞ്ഞിരുന്ന ഷെറിന് ശിക്ഷാ ഇളവ്. എന്നാൽ ചെറിയനാട് ഭാസ്കരക്കാരണവർ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഷെറിന് ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്യാൻ മന്ത്രിസഭയ്ക്ക് നേരിട്ട് അധികാരമില്ല. ഇത് സംബന്ധിച്ച ഉപദേശം രാജ്ഭവന് നൽകാൻ മാത്രമേ മന്ത്രിസഭയ്ക്ക് കഴിയൂ. എന്നാൽ ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ ശക്തമായ ചില സമ്മർദ്ദങ്ങൾ ചില ലോബികളുടെ ഭാഗത്തു നിന്നുണ്ടായി. കണ്ണൂർ വിമൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമിൽ ഓഗസ്റ്റ് 8 കൂടിയ ഉപദേശക സമിതിയുടെ ശുപാർശയും നിയമവകുപ്പിന്റെ അഭിപ്രായവും പരിഗണിച്ചായിരുന്നു മന്ത്രിസഭ ഇത്തരമൊരു ഉപദേശം പാസാക്കിയത്. രാജ്ഭവൻ അന്തിമ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്തരമൊരു ഫയലിൽ രാജ്ഭവനെ കൊണ്ട് അനുകൂല തീരുമാനമെടുപ്പിക്കാൻ യാതൊരുവിധ സമ്മർദ്ദവും ചെലുത്തില്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഒരു ഘടകകക്ഷി നേതാവിന്റെ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു മന്ത്രിസഭ ഇത്തരമൊരു വളഞ്ഞുനിൽക്കൽ നടത്തിയത്. അതാവട്ടെ ഇപ്പോൾ കൂടുതൽ പേരുദോഷവും നാണക്കേടുമുണ്ടാക്കിയിരിക്കുന്നു കേരളത്തിൽ. അസാധാരണമായ ഫയലിൽ അസാധാരണമായ തീരുമാനം. ഷെറിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള മന്ത്രിസഭ ഉപദേശത്തെക്കുറിച്ചുള്ള നിരവധി പരിഹാസങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. എന്നാൽ ഷെറിനെ ജയിലിൽ നിന്ന് വിട്ടയക്കണമെങ്കിൽ ഗവർണറുടെ നിർദ്ദേശം വേണം. ശിക്ഷാ ഇളവ് നേടി ജയിലിൽ നിന്നിറങ്ങി നേരെ അമേരിക്കയിലേക്ക് പറക്കാനായിരുന്നു ഷെറിന്റെ ശ്രമം. ഷെറിന്റെ മകൻ ഇപ്പോൾ അമേരിക്കയിലാണ്. അതുകൊണ്ട് തന്നെ അവന്റെ കെയർ ഓഫിൽ അമേരിക്കയിലെത്തി ബാക്കിയുള്ള കാലം സുഖമായി കഴിയാം എന്ന് ഷെറിൻ കണക്കുകൂട്ടി. ഷെറിന്റെ ശിക്ഷ 14 വർഷം പൂർത്തിയായി എന്നാണ് ഫയലിൽ കുറിച്ചിട്ടിരിക്കുന്നത്. 2009 നവംബർ 7 ചെറിയനാട് തുരുത്തിന്മേൽ കാരണവേഴ്സ് വില്ലയിൽ ഭാസ്കരക്കാരണവർ കൊല്ലപ്പെടുന്നത്. ജയിൽ ജീവിതത്തിനിടയിൽ നിരവധി വിവാദങ്ങൾ ഷെറിന്റെ പേരിൽ ഉയർന്നു വന്നു. ജൂൺ 11 മാവേലിക്കര അതിവേഗ കോടതി ഷെറിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. തുടർന്ന് അവരെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അവിടെ നിന്ന് നെയ്യാറ്റിൻകര വനിതാ ജയിലിലേക്ക്. അവിടെ മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചുവെന്ന് കണ്ടെത്തിയതോടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി 2015 വിയൂർ സെൻട്രൽ ജയിലിൽ. അവിടെ വെയിൽ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിൽ ഡോക്ടർ കുട അനുവദിച്ചത് വലിയ വിവാദമായി. കൂടാതെ ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി 2017 മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് പിന്നെയും വന്നു. ഇതിനിടയിൽ ബ്യൂട്ടി പാർലർ സമാനമായ സൗകര്യങ്ങൾ ഷെറിന് ജയിലിൽ കിട്ടി എന്ന വിവാദങ്ങൾ ഉയർന്നു.
ജയിൽവാസകാലത്ത് നിരവധി വിവാദങ്ങളുണ്ടാക്കിയ ഷെറിനാണ് നല്ല നടപ്പിന്റെ പേരിൽ ഇപ്പോൾ മന്ത്രിസഭ ഇളവ് അനുവദിച്ചിരിക്കുന്നത്. 6 വർഷത്തിനിടയിൽ 22 തവണയായി ഇവൾക്ക് ലഭിച്ചത് 444 ദിവസത്തെ പരോൾ. 2012 മാർച്ചിനും ഈ വർഷം ജനുവരിക്കുമിടയിൽ മാത്രം 345 ദിവസത്തെ സാധാരണ പരോൾ. 2012 ഓഗസ്റ്റ് മുതൽ 2017 ഒക്ടോബർ വരെ 92 ദിവസത്തെ അടിയന്തര പരോൾ. ഈ പരോൾ ലഭിച്ച് പുറത്തിറങ്ങുമ്പോഴൊക്കെ ഒരു ഘടകകക്ഷി നേതാവിന്റെ വാഹനം ജയിൽ വളപ്പിനുള്ളിലെത്തുന്നു. എന്തൊക്കെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത്? തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകിയ പട്ടികയിലും ഇവരുടെ പേരിടം പിടിച്ചിരുന്നു. ജയിലിൽ നിരന്തര പ്രശ്നമുണ്ടാക്കുന്നവരെ കണ്ണൂരിലേക്കാണ് മാറ്റുന്നത്. പക്ഷേ ഷെറിന്റെ കാര്യത്തിൽ മറ്റൊന്ന് സംഭവിച്ചു. ഷെറിന്റെ അപേക്ഷ പരിഗണിച്ച് വീണ്ടും അട്ടക്കുളങ്ങരയിലേക്ക് മാറ്റി. ഷെറിന്റെ അപേക്ഷ ജയിൽ ആസ്ഥാനത്തെത്തിയപ്പോൾ ശരവേഗതയിലായിരുന്നു ഫയലുകൾ നീങ്ങിയത്. അട്ടക്കുളങ്ങര വനിതാ ജയിൽ സൂപ്രണ്ട് അനുകൂല റിപ്പോർട്ടും നൽകി. ഇതിനൊക്കെ പിന്നിൽ ശക്തമായ ചരടുവലികളും സമ്മർദ്ദങ്ങളും ഷെറിന് വേണ്ടി. ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകളാണ് കാര്യങ്ങൾ വേഗത്തിലാക്കിയത്. ജയിൽ മേധാവി ഉത്തരവിറക്കിയ ഉടൻ ഷെറിൻ തലസ്ഥാനത്തേക്ക് പാഞ്ഞെത്തി. പല തടവുകാരും അപേക്ഷ നൽകി മാസങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് ഷെറിന്റെ കാര്യത്തിൽ ശരവേഗത്തിലുള്ള നീക്കങ്ങൾ. ഷെറിന് അടിക്കടി പരോൾ കിട്ടിയതിന് പിന്നിലും ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തം. നിർധന കുടുംബത്തിലെ അംഗമായിരുന്നു ഷെറിൻ. ഭാസ്കരക്കാരനവരാകട്ടെ ദീർഘകാലം അമേരിക്കയിൽ നിന്ന് ഇഷ്ടം പോലെ സമ്പാദിച്ച ധനിക കുടുംബം. മകൻ ബിനുവിന് ശാരീരിക അസ്വസ്ഥതകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബിനുവിനെ കൊണ്ട് ഷെറിന്റെ വിവാഹം നടത്തി ബിനുവിന് ഒരു കൂട്ടുണ്ടാവുകയായിരുന്നു ഭാസ്കരക്കാരനവരുടെയും കുടുംബത്തിൻ്റെയും ലക്ഷ്യം. ഇരുവരുടെയും വിവാഹത്തിന് ശേഷം മകനെയും മരുമകളെയും നേരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി ഭാസ്കരക്കാരനവർ. എന്നാൽ അമേരിക്കയിൽ ജോലി ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൽ ഒരു മോഷണവുമായി ബന്ധപ്പെട്ട പരാതി ഉയരുന്നു. തുടർന്ന് ഷെറിനെ അമേരിക്കയിൽ നിർത്തിയാൽ അപകടമാണെന്ന് മനസ്സിലാക്കിയ ഭാസ്കരക്കാരനവർ മകനെയും മരുമകളെയും നേരെ നാട്ടിലേക്ക് അയച്ചു. പിന്നീട് ഭാര്യ മരിച്ചതിനെ തുടർന്ന് ഭാസ്കരക്കാരനവർ ഒറ്റയ്ക്കാവുകയും നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു. തിരികെ നാട്ടിലെത്തിയ ഭാസ്കരക്കാരനവർ മരുമകളുടെ തനിനിറം കണ്ടു ഞെട്ടി. അന്നത്തെ സമൂഹ മാധ്യമമായ ഓർക്കുട്ടിലൂടെ നിരവധി യുവാക്കളുമായി പരിചയം സമ്പാദിച്ചിരുന്നു ആ യുവതി. ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്ന മകൻ മുകൾ നിലയിലായിരുന്നു താമസിച്ചിരുന്നത്. താഴെ നിലയിൽ മരുമകളും. മരുമകളുടെ മുറിയിലേക്ക് യുവാക്കൾ ഒഴുകിയെത്തി. രാത്രിയിൽ മദ്യപാനവും ആഘോഷവുമായി ആ യുവതി മുഴുകി. തുടർന്ന് തന്റെ മകന് ഈ മരുമകൾ അപകടമാണെന്ന് മനസ്സിലാക്കിയ ഭാസ്കരക്കാരനവർ അവളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഭർത്തൃപിതാവിന്റെ മുഖത്തടിച്ചുകൊണ്ടാണ് അവൾ പ്രതികരിച്ചത്. തുടർന്ന് ഷെറിന്റെ പേരിൽ എഴുതി വച്ചിരുന്ന ധനനിശ്ചയാധാരമൊക്കെ ഭാസ്കരക്കാരനവർ മാറ്റി. ഇതിൽ പ്രകോപിതയായ ഷെറിൻ 2 സുഹൃത്തുക്കളെ വിളിപ്പിച്ചു വരുത്തി ഭാസ്കരക്കാരനവരെ കൊലപ്പെടുത്തുകയായിരുന്നു. കൃത്യമായ പോലീസ് അന്വേഷണത്തിലൂടെ ഷെറിൻ അകത്തായി. അന്ന് 4 വയസ്സുകാരനായ മകൻ ഇപ്പോൾ പ്രായപൂർത്തിയായിരിക്കുന്നു. അവൻ അമേരിക്കയിലുണ്ട്. ഭാസ്കരക്കാരനവരുടെ മരണത്തെ തുടർന്ന് മകനെയും ബിനുവിനെയും ഒക്കെ സഹോദരങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോയിരുന്നു. പിന്നീട് ജയിലിനുള്ളിൽ ശിക്ഷ അനുഭവിക്കുമ്പോഴും ഷെറിൻ ഇഷ്ടം പോലെ സൗഹൃദങ്ങൾ സമ്പാദിച്ചിരുന്നുവെന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അനിൽ നമ്പ്യാരുടെ ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: പ്രമാദമായ ഭാസ്കരക്കാരനവർ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ജയിലിൽ നിന്നും പുറത്തിറക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇനി ഗവർണറുടെ അംഗീകാരം കൂടി ലഭിച്ചാൽ മതി. ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ തീരുമാനിച്ചത് അവർ 14 വർഷം തടവ് പൂർത്തിയാക്കിയത് കൊണ്ടാണത്രേ. കേരളത്തിലെ ജയിലുകളിൽ 14 വർഷം കഴിഞ്ഞിട്ടും തടവ് ശിക്ഷ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടെന്നത് മന്ത്രിസഭയ്ക്ക് അറിയാത്തതാണോ? അപ്പോൾ ഷെറിന് എന്താണ് പ്രത്യേക പരിഗണന? അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ സ്ഥിരം പ്രശ്നക്കാരിയായ തടവുകാരിയായിരുന്നു ഷെറിൻ. എന്നിട്ടും അവർക്ക് ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് ജയിലിൽ എല്ലാ സുഖസൗകര്യങ്ങളും അനുവദിച്ചിരിക്കുന്നു. ജയിൽ ഉദ്യോഗസ്ഥരെ അനുസരിക്കാതിരുന്നതിനും സഹതടവുകാരോട് മോശമായി പെരുമാറിയതിനും ഇടക്കാലത്ത് ഷെറിനെ തിരുവനന്തപുരത്തു നിന്നും വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. അവിടെയും അവർ പ്രശ്നങ്ങളുണ്ടാക്കി. പോയ വേഗതയിൽ തന്നെ തിരികെ അട്ടക്കുളങ്ങരയിലെത്തി. ഷെറിൻ രാജകുമാരി കണക്ക് വാണത് ഉന്നത ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് ഇവരോടുള്ള മമത കൊണ്ടായിരുന്നു. ഈ ഒരു സ്വാധീനത്താൽ ഷെറിന് അടിക്കടി പരോളും ലഭിച്ചിരുന്നു. പരോളിലിറങ്ങുന്ന ഷെറിനെ ജയിൽ വളപ്പിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയിരുന്നത് ഇടതുമുന്നണിയിലെ ഒരു പ്രമുഖ കക്ഷിയുടെ നേതാവിൻ്റെ വാഹനത്തിലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് തൽക്കാലം രഹസ്യമാക്കി വയ്ക്കുന്നു. ഈ മാന്യൻ സ്ത്രീ വിഷയത്തിൽ ഇതിനു മുൻപ് അന്തസ്സുള്ള ഭർത്താക്കന്മാരിൽ നിന്നും അടിവാങ്ങി കുപ്രസിദ്ധി നേടിയ ആളാണ്. ശിക്ഷാ ഇളവിനുള്ള ഫയൽ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയോടെ ദ്രുതവേഗം മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തിയതും അനുകൂല തീരുമാനമെടുപ്പിച്ചതും ഈ നേതാവാണെന്നതിൽ സംശയമില്ല. അനിൽ നമ്പ്യാരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കിയാൽ മതി. പ്രതിയെ നമുക്ക് പിടികിട്ടും. എന്തായാലും സംഗതി ബഹുജോർ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.